ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടോ ഗൈസ്? ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്, മൈലാഞ്ചി കാണാനാണ്. സോ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. നാളെയാണ് പെരുന്നാൾ, തലേ ദിവസമാണ്. നമ്മൾ അങ്ങനെയാണ്, തലേ ദിവസം മാത്രമേ ഡ്രസ്സ് എടുക്കാൻ പോകാറുള്ളൂ. സോ നമുക്ക് പോകാം, ഇനി അവിടെ എത്തിയിട്ട് കാണാം. ബൈ. തലേന്ന് നമ്മൾ കുറച്ച് നേരം വൈകി ഇറങ്ങിയോണ്ട് തന്നെ ഒരു കടയിൽ കയറി. അതാണെങ്കിൽ മാമക്ക് ഡ്രസ്സ് എടുക്കാൻ പോയ കടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് നോക്കി, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾക്ക് കൂടുതൽ ടൈമില്ല, നോമ്പുറക്കാനായി. അപ്പോൾ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടാളും ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ മുഖത്തൊക്കെ നോക്കിയപ്പോൾ ചിരിച്ച് കണ്ടാടെ വീഡിയോ കട്ട് ചെയ്തു. അപ്പോൾ കേസ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ട് നിൽക്കണം. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേറെ ഷോപ്പിലൊന്നും കയറിയില്ല. പിന്നെ ജസ്റ്റ് ചെരുപ്പ് വാങ്ങി. അന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നും ചെയ്ത്. സോ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ നേരെ കച്ചേരിപ്പടി സ്റ്റാൻഡിലേക്കുള്ള ബസ് കയറി. പിന്നെ അതുപോലെ തന്നെ കച്ചേരിപ്പടി സ്റ്റാൻഡിൽ നിന്ന് നേരെ കോഴിക്കോട് പോണ ബസ്സും കയറി. അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിലെത്തിയതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇതൊക്കെയായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ സമൂസ, പിന്നെ അതുപോലെ തന്നെ എന്തോ ചിക്കൻ പത്തിരി പോലൊരു സംഭവം, പിന്നെ വലിയൊരു മോമോസും. മോമോസ് എന്നാ പറഞ്ഞേ, എന്താണെന്ന് നമുക്കറിയില്ല. അദ്ദേഹം കുത്താൻ നോക്കുകയാണ്, പക്ഷേ ഫ്ലോപ്പായി. പിന്നെ 4 മുന്തിരി ജ്യൂസും, ഓരോരുത്തർക്കും ഓരോ മുന്തിരി ജ്യൂസും. പിന്നെ നമ്മൾ വെള്ളപ്പം, അതുപോലെ തന്നെ പൊറാട്ടയും അതാണ് ആ കീസിലിരിക്കുന്നത്. ഇതൊക്കെയായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പച്ചി അങ്ങനെയൊന്നും കുത്തി റെഡി ആവില്ല, ഞാൻ കുത്തി കാണിച്ചു തരാൻ പറഞ്ഞിട്ട് കാണിച്ചു തരാം. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിലാണ്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ തലേന്ന് രാത്രി കുടിച്ചു വെച്ച വെള്ളമാണെന്ന് തോന്നുന്നു. സോ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കഴിച്ച് അങ്ങനെ നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം നേരെ ബോങ്കത്തേക്ക് പോവാണ് സാധനം അങ്ങനെ. അതുപോലെ തന്നെ ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പോൾ ഈ പാൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം നമ്മളെ കുപ്പായത്തേക്ക് ഒന്ന് പെയർ ചെയ്ത് നോക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ കടയിലെത്തിയിട്ട്, ബിഗ് ബസാർ എന്നാണ് കടയുടെ പേര്. ഇങ്ങനത്തെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് പോയി എടുത്ത ടോപ്പ് തന്നെ എനിക്ക് സെറ്റായി. അതാണ് ഈ ടോപ്പ് കേട്ടോ. അപ്പോൾ പേച്ചി പറഞ്ഞു മുറ്റത്ത് മുല്ലക്ക് മണല്ല എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ഇവിടെ അടുത്ത് തന്നെയാണ് മോങ്ങം, ഞങ്ങളെ നേരെ അപ്പുറത്തെ സ്റ്റോപ്പ്. അപ്പോൾ ആ മോങ്ങത്ത് പോകാതെ മഞ്ചേരി പോയിട്ടാണ് ഇത്രയും ദിവസം കറങ്ങിയിരുന്നത്. എന്നിട്ടും കിട്ടായിട്ട് ഇപ്പോൾ മുറ്റത്തുനിന്നല്ല ഗതെന്ന് പറഞ്ഞിട്ട് ഇപ്പച്ചി കുറേ കളിയാക്കിണ്ടായിരുന്നു. പിന്നെ നമ്മൾ എണ്ണ കുറവായതുകൊണ്ട് പമ്പ് കയറി എണ്ണ അടിച്ച് നേരെ വീട്ടിലോട്ട് പോയി. അങ്ങാടി തലേ ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ആ തിരക്കിലൂടെ ഇങ്ങനെ പോകുമ്പോൾ വല്ലാത്തൊരു വൈബാണ് കേട്ടോ. ഇനി ബാക്കി നാളെ കാണാം. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് കേട്ടോ. ഇപ്പോൾ സമയം എത്രയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. എന്തായാലും കൈമ മൈലാഞ്ചി കെട്ടിട്ടുണ്ട് ഗൈസ്. എന്തായാലും എഴുന്നേറ്റൊരു ഹാങ് ഓവർ ഉണ്ട് കേട്ടോ. സോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ മെനു എന്തൊക്കെയാണെന്ന് വെച്ചാൽ നെയ്ച്ചോറ്, അതുപോലെ തന്നെ പരിപ്പ് കറി, പിന്നെ കടായി ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ പൊരിയാക്കി മാറ്റി. പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് കൊടുന്ന് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ പപ്പടം, പിന്നെ ചെറുതായിട്ട് അങ്ങനെയൊക്കെ തന്നെ. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ മെനു എന്ന് വെച്ചാൽ. ബാക്കിയുള്ള ഫുഡുകളൊക്കെ നമുക്ക് മടുത്തു കിട്ടും നോമ്പിനൊക്കെ കഴിച്ച്. അപ്പോൾ അങ്ങനെ നെയ്ച്ചോറും പരിപ്പ് കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം അമ്മച്ചി ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ചോറൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി അവിടെ വാട്ടുന്നുണ്ട്. അപ്പോൾ കേസ് നമ്മളെ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിയല്ല, നമ്മളെ പണികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം സമയം വന്നിട്ട് 8:30 ആയിട്ടുണ്ട്. നമ്മളൊരു 6:30 ആയപ്പോഴാണ് പണി തുടങ്ങി. ഇപ്പം എല്ലാ പണിയും ക്ലോസായി, ഫുഡൊക്കെ ക്ലിയറായി. ഇനിയിപ്പോൾ നമുക്ക് കുളിക്കണം, മാറ്റണം. താത്തൊക്കെ മാറ്റി, ഞാൻ എൻ്റെ കുളി കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് കുളിക്കാനായിട്ട് കാണാം. പിന്നെ കുളി കഴിഞ്ഞ് വന്ന് നമ്മൾ നേരെ ഫുഡിലേക്ക് കടന്നു കേട്ടോ. നമ്മൾ ഡ്രസ്സ് മാറ്റുന്നതിന് മുമ്പ് തന്നെ ഫുഡ് കഴിക്കാം. അങ്ങനെ എന്താ പറയുക, പൊതുവേ അങ്ങനെയല്ല ചെയ്യാറ്. മാറ്റി കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാറ്. പക്ഷേ ഇതവണ ഞാൻ കുളിച്ച് വന്നപ്പോഴേക്ക് ഫുഡൊക്കെ റെഡിയായി. ഉമ്മച്ചി എടുത്ത് വെച്ചിരുന്നു. ഇപ്പോൾ പള്ളിയിൽ പോയി വന്നു. അപ്പോൾ പിന്നെ ഉമ്മച്ചി പറഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉപ്പച്ചി അതുപോലെ തന്നെ ഉമ്മച്ചിയും ഞാനൊക്കെ താത്ത ഫുഡ് കഴിച്ച് ഉള്ളിലേക്ക് കയറി കേട്ടോ. ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഓലൊക്കെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ആൾക്കാരായിട്ട്. പെട്ടെന്ന് ഉപ്പച്ചി ആയാലും താത്ത ആയാലും അതെ, പെട്ടെന്ന് ഫുഡ് കഴിക്കും. അപ്പോൾ അങ്ങനെ അവരതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി മാറ്റാമെന്ന് കരുതി. അപ്പോൾ ഇനി മാറ്റി കഴിഞ്ഞിട്ടുള്ള ലുക്ക് കാണാം. അപ്പോൾ ഗെയ്സ് നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ഓക്കെ,
മാറ്റിക്കഴിഞ്ഞ് ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുൾ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് എന്നൊക്കെ കമൻറ്റ് ചെയ്യും. സോ ഓക്കെ, ആൾ വന്നിട്ടുണ്ട്. എനിക്കോ വേണ്ട എത്താ. അപ്പോൾ ഗൈസ് നമ്മൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മളിപ്പം അമ്മായിൻ്റെ പേരേക്ക് വന്നിക്കാണ്. അപ്പോൾ അവിടെ അമ്മായിൻ്റെ മകന് പുതിയൊരു വീടുണ്ടാക്കുന്നു. അപ്പോൾ കാണാൻ വേണ്ടി വന്നു കേട്ടോ. ബസ്സിനെ കാണിച്ചത് ഇന്നെ അങ്ങോട്ട് കണ്ടപ്പോഴേക്കും ഇങ്ങൾക്കൊരു ഇഷ്ടം തോന്നിയത്. എനിക്കറിയാം ഉണ്ടല്ലേ അമ്മ എന്നെ കാണിച്ചെന്ന്. സോ നമുക്ക് പോകുമ്പോൾ കാണാം. അപ്പോൾ കഴിച്ച് അങ്ങനെ നമ്മൾ അമ്മായിൻ്റെ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത് മലൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നല്ല വ്യൂ ഉള്ള സ്ഥലമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു കിട്ടിലും വ്യൂ ഉള്ള സ്ഥലത്തേക്ക് വന്നിക്കാണ്. മെച്ചി ഇരിപ്പ് അപ്പം തുടങ്ങിയ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. ഇനിയിപ്പോൾ അവിടെയും കൂടിയുള്ള വീഡിയോ അതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇതാകും. കൂടുതൽ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല, കാരണം നമ്മൾ ഓരോരോ വീട്ടിലേക്ക് പോവാണല്ലോ ഇതിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. സോ ഉള്ളത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. സോ നമുക്ക് ഉമ്മാൻ്റെ വീട്ടിലെത്തിച്ച് കാണാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ കാരക്കൊന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മരുന്ന് വാങ്ങാണ്ട് അതിന് വേണ്ടി നിർത്തിയേക്കാം. ഞാൻ വണ്ടി നല്ലൊരു ഉറക്കം തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു മന്ദപ്പുണ്ടെടുത്ത്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ പിന്നെ അമ്മാൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലിക്കുന്നുണ്ടെങ്കിൽ ബിൽ ചെയ്യാനും ഓളുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ.